ലേഡി ഡിറ്റക്റ്റീവ് ഭാഗം 2. പിറ്റേ ദിവസം അഖിൽ തൻ്റെ ബൊലേറോയിൽ വീട്ടിൽ നിന്നും സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. അഖിലിൻ്റെ വീട് സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ്. വിജനമായ ഒരു മലമ്പ്രദേശം കഴിഞ്ഞു വേണം അവന് യാത്ര ചെയ്യാൻ. അഖിലിൻ്റെ ബൊലേറോ മലഞ്ചെരുവിലേക്ക് കയറി. റോഡ് വിജനമാണ്. മുന്നിലെ വളവ് തിരിഞ്ഞത് പെട്ടെന്നാണ് അഖിൽ ആ കാഴ്ച കണ്ടത്. അവൻ ബ്രേക്കിൽ കാലമർത്തി. മുരൾച്ചയോടെ വാഹനം റോഡിൽ കറങ്ങി. തൊട്ടുമുന്നിലായി വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടൊരു വലിയ കണ്ടെയ്നർ കിടക്കുന്നു. അഖിൽ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി കണ്ടെയ്നറിന് നേരെ നടന്നു. തൻ്റെ കയ്യിൽ പിസ്റ്റലുണ്ടെന്ന് അവൻ പരിശോധിച്ച് തീർച്ചപ്പെടുത്തി. കണ്ടെയ്നറിന് അടുത്തെത്തിയ അവൻ അത് മുഴുവൻ പരിശോധിച്ചു. പക്ഷെ ആരെയും കണ്ടെത്താനായില്ല. അഖിൽ അതിൻ്റെ ഉള്ളിൽ നിന്നിറങ്ങിയതും പ്ടക് ഒരു മരക്കഷ്ണം ശക്തമായി അവൻ്റെ തലയിൽ പതിച്ചു. അഖിൽ ബോധം മറന്ന് താഴേക്ക് വീണു. കണ്ടെയ്നറിൻ്റെ പിറകിൽ നിന്നും സാം മുന്നോട്ട് വന്നു. അഖിലിൻ്റെ അടുത്തെത്തി അവനെ പരിശോധിച്ചു. ചത്തിട്ടില്ല. പെട്ടെന്നാണൊരു ബ്ലാക്ക് റേഞ്ച് റോവർ കുതിച്ചു പാഞ്ഞു വന്ന് ബ്രേക്കിട്ടത്. അതിൽ നിന്നും ഉറച്ച കാൽവെപ്പോടെ ഫ്രെഡറിക് പുറത്തിറങ്ങി. സാം ബഹുമാനത്തോടെ പിന്നോട്ട് മാറി. ഹ, ഇൻസ്പെക്ടർ അഖിൽ, ഡിപ്പാർട്ട്മെൻറ്റിലെ വീരശൂര പരാക്രമി, ആരെയും കൂസാത്ത പ്രകൃതം. എന്തൊക്കെയായിരുന്നു ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അയ്യോ പാവം, പെറ്റ തള്ള പോലും സഹിക്കില്ല. ഫ്രെഡറിക് അട്ടഹസിച്ചു. സാമും ആ ചിരിയിൽ പങ്കുചേർന്നു. ഹോ, എന്ത് ചെയ്യാനാ, ആ കേസ് അങ്ങ് തേച്ചു മാച്ചിരുന്നെങ്കിൽ ഇവൻ ഇന്നും ജീവനോടെ ഇരുന്നേനെ. വെറുതെ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ചതല്ലേ. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആൻഡ് ബാഡ് ബൈ. ഫ്രെഡറിക് പോക്കറ്റിൽ നിന്നും ഗ്ലൗസ് എടുത്തു. അത് അണിഞ്ഞതിന് ശേഷം തോക്കെടുത്ത് ലോഡ് ചെയ്ത ശേഷം അഖിലിൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടി. തോക്ക് 3 തവണ ശബ്ദിച്ചു. നേർത്ത ഞരക്കത്തോടെ അഖിലിൻ്റെ ശരീരത്തിൻ്റെ ചലനം നിലച്ചു. ബോസ്, ഈ കൊല നമുക്ക് പണിയാവില്ലേ? ഡോണ്ട് വെറി മാൻ. അമിതമായ ടെൻഷൻ കാരണം ഇൻസ്പെക്ടർ സ്വയം തലയ്ക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ന്യൂസ് വരാവൂ. സാം തലകുലുക്കി. ഫ്രെഡറിക് തോക്ക് അഖിലിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ശേഷം തൻ്റെ വാഹനത്തിൽ കയറി. പൊടി പറത്തി ആ വാഹനം കുതിച്ചു പായുന്നത് സാം നോക്കി നിന്നു. പിന്നെ അവൻ കണ്ടെയ്നറിലേക്ക് നടന്നു. അതിൽ കയറിയ സാം ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തു ആ വാഹനം അകലേക്ക് മറഞ്ഞു. പെട്ടെന്ന് മലഞ്ചെരുവിലെ പടുകൂറ്റൻ ആൽമരത്തിൻ്റെ പിറകിൽ നിന്നും ഒരു പയ്യൻ മലയിലേക്ക് ഓടി. അവൻ നന്നേ ഭയന്നിരുന്നു. മലയും കടന്ന് അവൻ വനത്തിനുള്ളിലേക്ക് പാഞ്ഞു. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് സുരേഷ് മങ്ങാട്. പ്രമുഖ വ്യവസായി ജോൺ മാത്യുവിൻ്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. കേസ് അന്വേഷണം നടത്തിയിരുന്ന ഇൻസ്പെക്ടർ അഖിൽ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തു. സ്വയം തലയ്ക്ക് വെടിവെച്ചായിരുന്നു അന്ത്യം. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഫ്രെഡറിക് TV ഓഫ് ചെയ്തു. അപ്പോഴും അയാൾ പുഞ്ചിരിക്കുകയായിരുന്നു. IG യശ്വന്ത് ചന്ദ്രൻ്റെ ഓഫീസ്. ഉന്നത പോലീസ് ഓഫീസർമാരുടെ മീറ്റിംഗ്. ഓഫീസേഴ്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓഫീസേഴ്സിൽ ഒരാളായിരുന്ന അഖിലിൻ്റെ വിയോഗം നമുക്ക് വലിയൊരു പ്രഹരം തന്നെയാണ്. അഖിലിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നതിൽ സംശയമില്ല. സോ ഗായ്സ്, IG ഒന്ന് നിർത്തി. മറ്റു ഓഫീസേഴ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നമ്മൾ പുതിയൊരു അവതാരത്തെ കളത്തിലിറക്കുകയാണ്. അതെ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ പെൺസിംഹം, നിരഞ്ജന നാഥ് IPS. ബട്ട് സാർ, അങ്ങനെ ഒരാളെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലുമില്ലല്ലോ. SP ഡേവിഡ് ആണത് ചോദിച്ചത്. IG ഒന്ന് പുഞ്ചിരിച്ചു. യെസ്, ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചുരുക്കം ചിലർക്ക് നിരഞ്ജനയെ അറിയൂ. IG ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം തുടർന്നു. ഷീസ് വെരി ഡേഞ്ചർ. രക്തക്കൊതി പൂണ്ട സിംഹമാണവൾ. ആൻഡ് ഷീ ഹാവ് ഓൾസോ എ സീക്രട്ട് വെപ്പൺ. വാട്ട് ഇസ് ദാറ്റ് സാർ? ഡേവിഡ് വീണ്ടും ചോദ്യം ഉന്നയിച്ചു. ഇറ്റ്സ് എ സീക്രട്ട് മാൻ ആൻഡ് ദിസ് മീറ്റിംഗ് ഈസ് നൗ ഓവർ. IG ചെയറിൽ നിന്ന് എണീറ്റു. പിന്നാലെ മറ്റു ഓഫീസേഴ്സും IGക്ക് സല്യൂട്ട് നൽകി പുറത്തേക്ക് നടന്നു. എല്ലാവരും മടങ്ങി എന്നുറപ്പായ SP ഡേവിഡ് തൻ്റെ മൊബൈൽ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. കുറച്ച് റിങ്ങുകൾക്കൊടുവിൽ അപ്പുറത്ത് കോൾ കണക്റ്റായി. എന്താടോ, പുതിയ വല്ല നീക്കവും ഉണ്ടോ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും? കനത്ത ഒരു ശബ്ദം ഡേവിഡിൻ്റെ ചെവിയിൽ വന്ന് വീണു. അതെ ബോസ്, IG പുറത്തുനിന്ന് ആരെയോ ഇറക്കാൻ പോവുകയാ. ആരെ? നിരഞ്ജന. ഇറ്റ്സ് ഹർ നെയിം. പെണ്ണാണോ? അപ്പോൾ നമുക്ക് പണി കുറയും. സർ, ഷീ ഈസ് വെരി ഡേഞ്ചർ എന്ന IG പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഇറ്റ്സ് മൈ പ്ലഷർ സർ. അപ്പുറത്ത് കോൾ ഡിസ്കണക്റ്റായി. മൂളിപ്പാട്ടും പാടി SP ഡേവിഡ് തൻ്റെ വാഹനത്തിലേക്ക് നടന്നു.
ഇതേ സമയം ഡൽഹിയിലെ ഒരു ഫ്ലാറ്റിൽ. ഡി എവിടെ പോയി കിടക്കുവാടി നീ? 5 മിനിറ്റിനുള്ളിൽ റെഡി ആയിക്കോണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് പിറകെ ഓടേണ്ടി വരും. ഹോ ഒന്ന് നിർത്തടി നിന്റെ ചളിയടി, ഞാനിതാ വന്നു. ഹോ പൂർത്തിയായോ മഹാറാണി? നീ പോടി ജാൻസി റാണി. വാ പോവാം. വഴക്ക് കൂടിയിരുന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. ഓക്കെ. അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. തങ്ങൾക്കായി കാത്തുനിന്ന വാഹനത്തിൽ കയറി. ആ വാഹനം ഇരുവരെയും വഹിച്ച് ഡൽഹി വിമാനത്താവളത്തിലെത്തി. അല്പസമയത്തിന് ശേഷം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എയർ ഇന്ത്യയുടെ ആ വിമാനം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്തു. യാത്രക്കാർ ഓരോരുത്തരായി ചെക്കിങ്ങുകൾക്കു ശേഷം പുറത്തു വന്ന് തങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് ചെന്നു. യാത്രക്കാരുടെ കൂട്ടത്തിൽ ആ 2 യുവതികളും ഉണ്ടായിരുന്നു. ചെക്കിങ്ങുകൾക്ക് ശേഷം അവർ ഇരുവരും ആരെയും കാത്തു നിൽക്കാതെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഇതേ സമയം ജാമൂറിലെ ഫ്രെഡറിക്കിന്റെ സങ്കേതം. സാം ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്രെഡറിക് അകത്തേക്ക് കടന്നു വന്നു. സാം എണീറ്റ് നിന്നു. ബോസ്, അവൻ മെല്ലെ വിളിച്ചു. അറിഞ്ഞു. ലേഡിയാണെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ പിള്ളേർക്ക് പണി കുറയുമല്ലോ. ഫ്രെഡറിക് ഒന്ന് പുഞ്ചിരിച്ച ശേഷം അകത്തേക്ക് നടന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. വിമാനത്താവളത്തിന്റെ പുറത്ത്. ഹേയ് ടാക്സി. ടാക്സി ഡ്രൈവർ വണ്ടി നിർത്തി. 2 യുവതികളും വാഹനത്തിൽ കയറി. എങ്ങോട്ടാ മാഡം? ഐജിയുടെ ഓഫീസിലേക്ക് വിട്, ഒരു യുവതി ശബ്ദിച്ചു. ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തു. യുവതി മൊബൈൽ ഫോൺ എടുത്തു ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. കോൾ കണക്റ്റായി. ഹലോ സർ, ഇറ്റ്സ് മീ നിരഞ്ജന. ഓ മനസ്സിലായി, എത്തിയോ? മറുവശത്ത് നിന്ന് ഐജിയുടെ ശബ്ദം കേട്ടു. യെസ് സാർ, ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ ആൻഡ് വി ആർ കമ്മിങ് ടു യുവർ ഓഫീസ്. ഓ ഓക്കെ. ഇന്നും വാലിനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലേ? തമാശിക്കല്ലേ സാറേ, ആ വാലില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാവും. ഓക്കെ സർ, സീ യു സൂൺ. കോൾ കട്ടായി. വാഹനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അതെ, അവർ വരുന്നു. സാക്ഷാൽ നിരഞ്ജന IPS, ഡിപ്പാർട്ട്മെൻറ്റിലെ പെൺസിംഹം. കൂടെ വാല് പോലെ സാക്ഷാൽ ക്രിസ്റ്റീന ലോപ്പസ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഡിറ്റക്റ്റീവ്സ് ഇൻ ഇന്ത്യ. ഇനി കളി മാറും. വെയിറ്റ് ഫോർ ദി ആക്ഷൻ. IG ഓഫീസ്. മേ ഐ കമൻ സർ? യെസ്, കമൻ. വാതിൽ തള്ളി തുറന്ന് നിരഞ്ജന IPS അകത്തേക്ക് പ്രവേശിച്ചു. അവളുടെ പിറകെ ക്രിസ്റ്റീന ലോപ്പസും ആ റൂമിലേക്ക് കടന്നു വന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. IG മുന്നിലെ കസേരകളിലേക്ക് ചൂണ്ടി. താങ്ക് യു സർ. പുഞ്ചിരിയോടെ ഇരുവരും കസേരകളിലിരുന്നു. സോ നിരഞ്ജന ആൻഡ് ക്രിസ്റ്റീന, നിങ്ങൾക്ക് ഇത്തവണ നേരിടാനുള്ള മിഷൻ അല്പം റിസ്കിയാണ്. IG ഒന്ന് നിർത്തി. ഇരുവരും ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ബിസിനസ് വമ്പൻ ജോൺ മാത്യുവിൻ്റെ ദുരൂഹ മരണമായിരുന്നു തുടക്കം. ജോൺ സഞ്ചരിച്ചിരുന്ന വാഹനം പുഴയിൽ മറിഞ്ഞാണ് മരിച്ചത്. പക്ഷേ ആ വാഹനം എങ്ങനെ പുഴയിൽ വീണു എന്നതാണ് സംശയം. സാർ, അത് ചിലപ്പോൾ ബ്രേക്ക് പോയതാണെങ്കിലോ? നിരഞ്ജന ചോദിച്ചു. ഓ, അതിന് സാധ്യതയുണ്ട്. ബട്ട് കഥ ഫുൾ ആയിട്ടില്ല. അന്വേഷണം നടത്തിയത് ഇൻസ്പെക്ടർ അഖിലാണ്. 2 ദിവസത്തിനകം അഖിലും. IG നിർത്തി. ശേഷം വീണ്ടും തുടർന്നു. അവനും മരിച്ചത് ദുരൂഹ സാഹചര്യത്തിലാണ്. പിന്നെ ഞങ്ങൾ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തു. അപ്പോൾ നിരഞ്ജനയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. അപ്പോൾ അതിലൊരു കോൾ കണ്ടു. പിന്നെ അവൻ്റെ ഫോണിൽ കോൾ റെക്കോർഡർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായത് അതൊരു ഭീഷണിയാണെന്നാണ്. മൈ ഗോഡ്. സാറപ്പോൾ ആ നമ്പർ ട്രേസ് ചെയ്താൽ പോരെ? മാക്സിമം ട്രൈ ചെയ്തു. ബട്ട് ആ കോളർ എന്തോ ഹാക്കിംഗ് പ്രോഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. VPN പലയിടങ്ങളിലായിട്ടാണ് കാണിക്കുന്നത്. ഓ, ഡാർക്ക് വെബ് യൂസ് ചെയ്തിട്ടുണ്ടാവും അവർ, ക്രിസ്റ്റീന പറഞ്ഞു. IG തലകുലുക്കി. സോ നിങ്ങൾ എതിരിടാൻ പോകുന്നത് അതിശക്തർക്കെതിരെയാണ്. ബി കെയർഫുൾ. സാർ, ശത്രു ശക്തനാവുമ്പോഴല്ലേ ഗെയിം രസം പിടിക്കൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിരഞ്ജന? ഈ കേസിൽ എന്നെ ആരും നിയന്ത്രിക്കരുത്. പിന്നെ എനിക്ക് ഫുൾ ഫ്രീഡം തരണം. പിന്നെ എൻ്റെ കൂടെ ഈ മിഷനിൽ ക്രിസ്റ്റീന മാത്രം മതി. ഓക്കെ, പ്രൊസീഡ്. താങ്ക് യു സർ. ലെറ്റ് വി ലീവ് നൗ? ഓക്കെ. ഇരുവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ശേഷം അവിടെ തങ്ങൾക്കായി കാത്തുനിന്നിരുന്ന ബ്രൗൺ കളർ ബൊലേറോയിലേക്ക് കയറി. ആ വാഹനം വെടിച്ചില്ല് പോലെ മുന്നോട്ട് കുതിച്ചു.